ഈ എപ്പിസോഡിന്റെ തുടക്കം കാണിക്കുന്നത് 1985 വെസ്റ്റ്ലാൻഡ്. റോസയുടെ കുട്ടിക്കാലാണ് കാണിക്കണേ. 3 കുട്ടികൾ പുറത്തിരുന്ന് ചെസ്നട്ടും കൊണ്ട് ഒരു മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അകത്ത് നിന്ന് റോസ എന്ന് പറഞ്ഞു വിളിക്കും. അപ്പൊ അതിലൊരു പെൺകുട്ടി അകത്തേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ അവളുടെ പാരൻസ് പറയും, ഞങ്ങൾ വിചാരിക്കണത് ആ പുറത്തിരിക്കുന്ന ട്വിൻസിനെയും കൂടി ദത്തെടുത്താലോ എന്നാണ്. നിനക്കും കൂടി സമ്മതമാണെങ്കിൽ. റോസയുടെ മുഖം കണ്ടറിയാം ആൾക്കത് ഇഷ്ടമായിട്ടില്ല, എന്നാലും ഓക്കെ പറയുന്നുണ്ട്. ഈ പാരൻസ് പുറത്ത് നിന്നിട്ട് കുട്ടികളോട് പറയും, നിങ്ങളെയും കൂടെ ഞങ്ങൾ ദത്തെടുക്കുകയാണെന്ന്. അവർക്ക് വലിയ സന്തോഷമാകും. ഇപ്പോഴത്തെ റോസ ഇത് സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വോഗല് റോസയെ കാണാൻ വന്നേക്കാണ്. പ്രൈം മിനിസ്റ്റർ ഓൺലൈനിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു, അതാ വന്നേന്ന് പറയും. റോസ വോഗലിനോട് പറയുന്നുണ്ട്, ഞാനൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്വപ്നം കണ്ടു, പക്ഷെ അത് സ്വപ്നമായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പോൾ വോഗൽ പറയുന്നുണ്ട്, എന്തായാലും അത് നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പം ആദ്യം ഈ മീറ്റിംഗ് ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. പിന്നെ കാണിക്കുന്നത് തുളിനും ജെൻസും കൂടി രാവിലെ ഓടാൻ പോവാണ്. ജെൻസ് പറയും, ഞാനൊരു സെമിനാറിന് പോവാണ്, കേസെല്ലാം കഴിഞ്ഞല്ലോ. ഹെസ്സും തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഹെസ്സിന് മാത്രം ഈ കേസ് അങ്ങോട്ട് വിശ്വാസം, അവരെ കൊന്നെന്ന് വിശ്വാസം ആവണില്ല. തുളിയും പറയും, ഹെസ് പറഞ്ഞത് ശരിയല്ലേ, അവരാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്ന് എന്താ തെളിവ്? ആ ബോഡി പാർട്സ് അവിടെ കൊണ്ടുവന്ന് വെച്ചതാണെങ്കിലോ? ഇവർക്കിത് ചെയ്യാനുള്ള മോട്ടീവ് വേണ്ടേ? ജെൻസ് ചോദിക്കുന്നുണ്ട്, അപ്പൊ കേസ് ധൃതി പിടിച്ച് ക്ലോസ് ചെയ്തു എന്നാണോ പറയണത്? എന്നിട്ട് പറയും, ഒരു കാര്യം ചെയ്യാം, ഇത് റീഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ വന്നിട്ട് ചെയ്യാം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുളിൻ്റെ മോളും ഫ്രണ്ടും അവിടേക്ക് വരികയാണ്. അപ്പോൾ രണ്ടുപേരും ഹാലോവിൻ പാർട്ടിക്ക് പോകാനായിട്ട് അതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വരികയാണ്. തുളിന് വേഗം ചെന്നിട്ട് പറയും, ഞാനും വരുന്നുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. എന്നിട്ട് കൊച്ചിനോട് പറയും, ഇന്നു മുതൽ നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്ന് താമസിക്കുക, ഇന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ലാസ്റ്റ് ഡേ ആണ്, ഇനി ഇതുപോലെ തിരക്കൊന്നും ഉണ്ടാവില്ല, നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം കിട്ടും. ജെൻസും ആദ്യമായിട്ടാണ് തുളിൻ്റെ മോളെ കാണുന്നത്. പിന്നെ കാണിക്കുന്നത് തുളിൻ ഓഫീസിൽ ചെന്നിട്ട് കീസ് എല്ലാം തിരിച്ചേൽപ്പിക്കുകയാണ്. ബോസ് ചോദിക്കുന്നുണ്ട്, പ്രസ് മീറ്റിങ്ങിന് നിൽക്കുന്നില്ലേ? ഞങ്ങൾ നേഴ്സും ബോയ് ഫ്രണ്ടും ആണ് ഇതെല്ലാം ചെയ്തതാണ് പറയാൻ പോണത്. തുളിൻ ഓക്കെ പറയും. അപ്പോൾ ഒരു ലേഡി വന്നിട്ട് പറയും, ഞാൻ ആ ഫോട്ടോസ് എല്ലാം മെയിൽ ചെയ്തിട്ടുണ്ട്, അന്ന് നിങ്ങൾ ചോദിച്ചില്ലേ ലിനസ് എന്തൊക്കെ ഫോട്ടോസാണ് പോലീസിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് നോക്കിയെന്ന്? അതല്ല. തുളിൻ പറയും, ഇനി അതിൻ്റെ ആവശ്യമില്ല, ഇതെൻ്റെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ്. പോകാൻ നേരം തുളിൻ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച ഒരു ന്യൂസ് ക്ലിപ്പിംഗ് കാണാണ്. അതിൽ ഈ കേസിലെ ആദ്യത്തെ വിക്ടിം ലോറയുടെ പാർട്ട്ണർ ഹാൻസിനെ അറസ്റ്റ് ചെയ്തു എന്നാണ്. തുളിൻ ഇത് കാണുമ്പോൾ സന്തോഷവും. ഹെസ്സിനെ വിളിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. തുളിൻ ഇനി IT-യിലേക്കും ഹെസ് വേറെ കേസുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് പോവാണ്. രണ്ടുപേരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തുളിൻ മോളുടെ പാർട്ടിക്ക് വന്നേക്കാണ്. ഈ സ്റ്റെപ്പിലൊക്കെ നിറയെ പംകിനൊക്കെ വെച്ചിട്ടുണ്ട്. അത് മനുഷ്യന്റെ മുഖത്തിന്റെ ഷേപ്പിൽ കാർവ് ചെയ്താണ് വച്ചേക്കണത്. കൊച്ചിനാണെങ്കിലും തുളിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും. പിന്നെ കാണിക്കുന്നത് ഹെസ് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. ആളിങ്ങനെ മെയിലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലിനസ് ഫേവറേറ്റ് എന്ന് പറഞ്ഞൊരു മെയിൽ കാണാണ്. അത് തുറന്നു നോക്കുമ്പോൾ അത് ഈ സീരീസിലെ ആദ്യം കാണിച്ച ഓറത്തിന്റെ ഫാം ഹൗസിൽ നടന്ന കൊലപാതകത്തിന്റെ ഫോട്ടോസ് ആയിരിക്കും. ഹെസ് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആ പോലീസുകാരൻ മരിച്ച ഫോട്ടോയുണ്ട്. അച്ഛൻ, അമ്മ, 2 കിഡ്സ്, പോലീസ്മാൻ എന്നൊക്കെ പറഞ്ഞ് അതിൽ ലേബൽ ഒട്ടിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ പോലീസുകാരൻ മരിച്ചു കിടക്കണ മുറിയിൽ നിറയെ ചെസ്നട്ട് മാൻ്റെ ഫിഗറിനിരിക്കണു. അപ്പോഴേക്കും ഹെസിൻ്റെ ഫ്ലൈറ്റിൽ കയറാനുള്ള അനൗൺസ്മെൻറ്റ് ഇങ്ങനെ പറയാണ്. അത് കഴിഞ്ഞ് ആ സ്കൂളിലെ ഫംഗ്ഷനാണ് കാണിക്കുന്നത്. അപ്പം അതിൽ ഈ 2 പിള്ളേരും ചെസ്നട്ട് ബേക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കാണ്. അവിടെ വെച്ച് അവരുടെ ടീച്ചർ ഈ ചെസ്നട്ടിൻ്റെ ഡീറ്റെയിൽസ് പറയാണ്. പല ടൈപ്പ് ഉണ്ട്, പല സ്ഥലത്താണ് ഇത് വളരണത്. തുളിൻ ചോദിക്കും, ഈ പല ടൈപ്പ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? ടീച്ചർ പറയും, 2 ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്, ഹോൾസ് നട്ടും സ്വീറ്റ് നട്ടും. അത് എല്ലാം ഒരുപോലെ ആയിരിക്കില്ല, അത് വളരണ സ്ഥലം അനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. തുളിൻ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ തുളിൻ്റെ ഫാദറും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ചീത്ത പറയും, നീ ഇവിടെയാണോ അതോ ആ കേസ് തന്നെയാണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോഴേക്കും കൊച്ചും പുറത്തേക്ക് വരും. അപ്പോൾ തുളിൻ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ജോലി ചെയ്ത് തീർക്കാനുണ്ട്, ഞാനിപ്പോൾ വരാം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഹെസ്സിനെയാണ്. ആള് പോയിട്ടുണ്ടായില്ല. അവിടെ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ച് ചോദിക്കും, ഞാൻ ആ ഫോട്ടോസ് കണ്ടു, ആ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ? അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറയും, ഫോട്ടോ മാത്രമേ ഉള്ളൂ, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. പിന്നെ അതിൽ 1987 ഐലൻഡ് ഓഫ് മോൺ എന്ന് എഴുതിയിട്ടുണ്ട്. ആ കേസ് അന്വേഷിച്ചത് അവിടുത്തെ ഡിറ്റക്റ്റീവ് ജോൺ ബ്രിങ്കാണ്. അപ്പം ഹെസ് വേഗം തന്നെ അയാളുടെ അഡ്രസ്സ് മേടിച്ചിട്ട് അവിടേക്ക് പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് റോസയും മിനിസ്റ്ററും തമ്മിലുള്ള മീറ്റിംഗ് ആണ്. റോസ മിനിസ്റ്ററോട് പറയും, ഞാൻ ഒരു മൺഡേ മുതൽ ജോയിൻ ചെയ്യാം. അപ്പോൾ മിനിസ്റ്റർ പറയും, ഒരു കാര്യം ചെയ്യുക, ഒരു 3 മാസം വീട്ടിൽ റെസ്റ്റ് എടുക്കുക, എന്നിട്ട് ബാക്കി പിന്നെ നോക്കാം. റോസയ്ക്ക് ദേഷ്യം വരും. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് വോട്ട് കിട്ടേണ്ട സമയത്ത് എന്നെ വിളിക്കും, അപ്പോൾ പിന്നെ സിമ്പതിയുടെ പേരിൽ വോട്ട് കിട്ടുമല്ലോ, അല്ലാത്തപ്പോൾ എന്നെ വേണ്ട. അത് കഴിഞ്ഞാണ് ആൾക്ക് പെട്ടെന്ന് ബോധം വരണത്. വേഗം തന്നെ സോറിയൊക്കെ പറയും, ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. മിനിസ്റ്റർ പറയും, കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കുക. മീറ്റിംഗ് കഴിയുമ്പോൾ വോഗൽ പറയും, വിഷമിക്കണ്ട, ഞാൻ അവിടെ പോയി എല്ലാം ശരിയാക്കാം.
അപ്പോഴേക്കും റോസയുടെ ഹസ്ബൻഡ് വരും. ആകെ ഡിപ്രസ്ഡ് ആണ് ആള്. ഇത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നത് ആ ക്രിസ്റ്റീനെ കിട്ടുമെന്ന്, ഇപ്പം അതും പോയി. റോസ അകത്ത് ചെന്നിട്ട് ഹസ്ബൻഡിനോട് പറയും, നമുക്ക് ക്രിസ്റ്റീൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റാം. അപ്പോൾ ഹസ്ബൻഡ് പറയും, ഞാൻ പ്ലാസ്റ്റിക് ബാഗുകളിൽ കുറച്ച് മേടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോവാണ്. റോസ ക്രിസ്റ്റീൻ്റെ ഡ്രസ്സും ബാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും അകത്ത് നടക്കണ പോലെ ഒച്ച കേൾക്കും. നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. വിളിച്ചിട്ട് ആരുടെയും മറുപടിയില്ല. വേഗം തന്നെ പുറത്തൊക്കെ ചെന്ന് നോക്കും. അപ്പോൾ അവിടെ ആരെയും കാണൂല. ഡോറൊക്കെ അടച്ച് ആളകത്തേക്ക് ചെല്ലാണ്. ചെല്ലുമ്പോൾ മറ്റേ ഫ്രണ്ട് റൂമിലായിട്ട് ഒരു ചെസ്നട്ട് മാൻ്റെ ഫിഗറിൻ വെച്ച് ഒരു സർക്കിളിൽ ഒരു ഫാമിലി ഉണ്ടാക്കി വെച്ചേക്കാണ്. ആളത് കണ്ട് ഞെട്ടിപ്പോവും. ചെറുപ്പത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ വേഗമായിട്ട് ഓർമ്മ വരാണ്. വേഗം തന്നെ ഓഫീസിലേക്ക് ചെല്ലും. എന്നിട്ട് ലിവിനെ കാണും. വോഗൽ ഇത് കാണുന്നുണ്ട്. ഓടി വന്നിട്ട് ചോദിക്കും, എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? 3 മാസം വീട്ടിലിരിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ഏകദേശം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോസ അതൊന്നും കേൾക്കാതെ വേഗം ഓഫീസ് റൂമിലേക്ക് ചെല്ലാണ്. തുളിൻ ജെൻസിനെ കാണാൻ ചെന്നേക്കാണ്. ജെൻസ് പറയും, ഇപ്പോൾ ഒന്നും പറ്റില്ല, ഞാൻ സെമിനാറിന് പോവാണ്. തുളിൻ പറയും, അതല്ല, ഈ ക്രിസ്റ്റീൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉള്ള ചെസ്നട്ട് അത് ഹാർട്ടുങ്സ് ഗാർഡൻ എന്ന പ്രദേശത്ത് വളരുന്നതാണ്. ജെൻസ് പറയാതെ അതാ റിപ്പോർട്ടിലില്ലേ. എന്നിട്ട് തുളിനും ജെൻസും കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കുമ്പോൾ ഈ 3 മർഡറിൽ ഉപയോഗിച്ചിരിക്കുന്ന ചെസ്നട്ട് അത് സെയിം ടൈപ്പാണ്. തുളിൻ പറയും, അതായത് ഇത് ക്രിസ്റ്റീൻ ഉണ്ടാക്കിയതല്ല, കാരണം ഇത് ലോക്കലായിട്ട് കിട്ടുന്നതല്ല. ജെൻസ് പറയുന്നുണ്ട്, ചിലപ്പോൾ വീട്ടിൽ നിന്നായിരിക്കില്ല, വേറെ എവിടെന്നെങ്കിലും മേടിച്ചതായിരിക്കും. നീ എന്തായാലും ബോസിനോട് സംസാരിക്ക്. തുളിയും പറയും, ബോസ് ഈ കേസ് ക്ലോസ് ചെയ്തു, നീ എൻ്റെ കൂടെ വാന്നും പറഞ്ഞ് ജെൻസിനെ വിളിച്ചോണ്ട് പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഹെസ് ആ പോലീസ് ഓഫീസർ ജോൺ ബ്രിങ്കിനെ കാണാൻ ചെന്നേക്കാണ്. അപ്പോൾ അയാൾ പറയും പിന്നെ വരാനായിട്ട്. ഹെസ് പറയും, 1987 നിങ്ങളുടെ കൊളീഗ് മരിച്ച ഒരു കേസിൻ്റെ ഡീറ്റെയിലിനാണ് ഞാൻ വന്നത്. അയാൾ ഹെസ്സിനെ സഹായിക്കാമെന്ന് പറയും. എന്നിട്ട് അന്നത്തെ കേസ് ഡീറ്റെയിൽസ് എടുത്തു കൊടുക്കുകയാണ്. അവിടെ ക്രൈം സീനിൽ നിന്നെടുത്ത് വീഡിയോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, അന്ന് ഞങ്ങൾ മാരേജിന് അസിസ്റ്റ് ചെയ്യാനായിട്ടാണ് ഓറത്തിൻ്റെ ഫാം ഹൗസിൽ പോയത്. ഈ ഓറത്തിനും ഭാര്യയ്ക്കും നല്ല സ്ഥിതി അല്ലാത്തതിനാൽ അവർ കുട്ടികളെ ദത്തെടുത്തിരുന്നു. അങ്ങനെയാവുമ്പോൾ ഈ കുട്ടികളെ നോക്കാനായിട്ട് ഇവർക്ക് ഒരുപാട് കാശ് കിട്ടും. അവരത്ര നല്ലവരായിരുന്നില്ല, പക്ഷേ ഒരുപാട് സ്ഥലവും കുട്ടികൾക്ക് താമസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് ഓർത്തപ്പോൾ അവരുടെ ഭാവിക്ക് നല്ലതാന്ന് ഓർത്താണ് ഞങ്ങൾ ഇവിടെ താമസിപ്പിച്ചത്. എസ് ചോദിക്കും, ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തതാരാ? അപ്പോൾ ഓഫീസർ പറയുന്നുണ്ട്, ഓരൻ തന്നെയാണ്. അയാൾ ഭാര്യയെ കൊന്നിട്ട് അയാളുടെ തോക്ക് ഉപയോഗിച്ച് 2 കുട്ടികളെയും അവിടെ കിടന്നിരുന്ന പന്നിയും കൊന്നിട്ട് സ്വയം ഷൂട്ട് ചെയ്തു. ഹെസ് ചോദിക്കും, എന്തിനാ അയാൾ അങ്ങനെ ചെയ്തത്? അപ്പോൾ ഈ ഓഫീസർ പറയും, കുറ്റബോധം കൊണ്ടായിരിക്കും. അവർ ഈ ദത്തെടുത്ത ട്വിൻസിനെ സെക്ഷൽ ഉപദ്രവിക്കുമായിരുന്നു. ആ കുട്ടികൾ എൻ്റെ സിസ്റ്ററുടെ മോളുടെ കൂടെയാണ് പഠിച്ചിരുന്നത്. ഇവർ കുട്ടികളെ ബേസ്മെൻറ്റിലാണ് താമസിപ്പിച്ചിരുന്നത്. ഇവരെ ഉപദ്രവിക്കുന്ന വീഡിയോ ടേപ്സൊക്കെ ഈ ബേസ്മെൻറ്റിൽ നിന്നാണ് കിട്ടിയത്. ഏറ്റവും വലിയ കഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആ ലേഡി ആയിരുന്നു. ഓരോ പ്രാവശ്യം ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് ആ പയ്യനെ കൊണ്ട് ഈ ചെസ്നട്ട് ഉപയോഗിച്ച് ഒരു മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കാൻ പറയും. അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഈ ബേസ്മെൻറ്റ് നിറച്ചും ചെസ്നട്ട് മാൻ്റെ രൂപങ്ങളായിരുന്നു. ഹെസ് ഈ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് ചോദിക്കും, ഇതിൽ ആ പയ്യൻ്റെ ഫോട്ടോ ഇല്ലല്ലോ, ആ പയ്യനെ കുറിച്ച് അറിയാമെന്നൊക്കെ പറയും. അപ്പോൾ ഓഫീസർ പറയും, ആ പെൺകുട്ടിയുടെ പേര് ആസ്ട്രിഡ്, അവൻ്റെ പേര് ടോക്ക്. ഇപ്പോൾ അവരെവിടെയാ? എനിക്കൊന്ന് അവരോട് സംസാരിക്കാൻ പറ്റുമോ? ഹെസ് ചോദിക്കും. അയാൾ പറയും, 30 വർഷത്തിൽ കൂടുതലായില്ലേ, ഇപ്പോൾ എന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കണേ? ഹെസ് പറയും, എനിക്ക് തോന്നുന്നത് ഓറല്ല ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്നാണ്. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, പിന്നെന്താ ആ പയ്യനാണെന്നാണ് പറയണേ? അവൻ അന്ന് 10-12 അത്രേ വയസ്സേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് റോസയുടെ ഓഫീസാണ്. റോസയും ലിവും കൂടി അന്ന് റോസയുടെ ഫോസ്റ്റർ പാരൻസ് ദത്തെടുത്തിരുന്ന ട്വിൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാണ്. ലിവ് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വേണം, എന്നാലേ അത് നോക്കാൻ പറ്റൂ. റോസ പറയും, അവരാദ്യം ഒരു പെൺകുട്ടിയെ ദത്തെടുത്തിരുന്നു എന്നും പറഞ്ഞ് ഒരു നമ്പർ പറഞ്ഞു കൊടുക്കും. നോക്കുമ്പോൾ അത് റോസയുടെ നമ്പർ ആയിരിക്കും. അത് വച്ച് അന്ന് ആ പാരൻസ് ദത്തെടുത്ത മറ്റ് ട്വിൻസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. അപ്പോൾ അവരന്ന് റോസയുടെ വീട്ടിൽ 2 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അവരെ വിട്ടത് ഈ ഓറത്തിൻ്റെ വീട്ടിലേക്കാണ്. അന്ന് അവർക്ക് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ആ റിപ്പോർട്ടിലുണ്ടാകും. റോസയ്ക്ക് അത് കാണുമ്പോൾ ഭയങ്കര വിഷമമാകും. അപ്പോഴേക്ക് വോഗൽ വരും, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് കാണണമെന്ന് പറഞ്ഞു എന്ന്. റോസ് അതൊന്നും കേൾക്കാതെ ടെൻഷൻ അടിച്ച് വാഷ്റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഫോണിനൊരു മെസ്സേജ് വരും, മോളെക്കുറിച്ച് അറിയണമെങ്കിൽ ഇന്ന് രാത്രി വരണമെന്ന് പറഞ്ഞായിരിക്കും. ആരോട് പറയരുതെന്നൊരു സ്മൈലിയുടെ ഫിഗർ, ഒരു പടം ഉണ്ടാവും. എവിടെയാണ് വരണ്ടേന്ന് റോസ തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. ഹെസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ച് ആ കുട്ടികളെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഓഫീസറെ വിളിച്ചിട്ട് പറയാണ്, ഡ്രഗ് യൂസ് ചെയ്തതിനും സൂയിസൈഡ് അറ്റംപ്റ്റുമായിട്ട് ആ പെൺകുട്ടിയെ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. കുറച്ച് നാൾ മുമ്പാണ് ഡിസ്ചാർജ് ആയി പോയത്. അതിനുശേഷം അവരെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഇല്ല. ആ പയ്യൻ്റെ ആണെങ്കിൽ ഒരു ഡീറ്റെയിൽസും തന്നിട്ടില്ല. ഹെസ് ചോദിക്കുന്നുണ്ട്, അവർ വേറെ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല, അതൊന്ന് ചെക്ക് ചെയ്യാൻ. ഇനി അവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലോ? ഓഫീസർ ചെക്ക് ചെയ്തിട്ട് പറയും, ആദ്യം അവരെ ദത്തെടുത്തിരുന്നത് പീറ്റേഴ്സൺ ഫാമിലി ആയിരുന്നു. അവർക്ക് ഓൾറെഡി ഒരു അഡോപ്റ്റഡ് ഡോട്ടർ ഉണ്ട്, പേര് റോസ. ഹെസ് ഇങ്ങനെ ആലോചിക്കും, റോസയോ?
അപ്പോൾ ഓഫീസർ പറയാണ്, ഇനി ഈ റോസയാണോ മിനിസ്റ്റർ റോസ? ഹെസ് പറയും, റോസയെ വിളിച്ചിട്ട് ചോദിക്കുക അവരുടെ മിഡിൽ നെയിം പീറ്റേഴ്സൺ ആണോ എന്ന്. ഹെസ് ജോണിനോട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ സിസ്റ്ററുടെ മോളുടെ കൂടെ അവർ പഠിച്ചെന്ന്, അവർക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അപ്പോൾ അയാൾ പറയും, നമുക്ക് ചോദിച്ചു നോക്കാം. പിന്നെ കാണിക്കുന്നത് റോസയുടെ വീടാണ്. റോസയെ കാണാനില്ല, വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് റോസയുടെ ഹസ്ബൻഡ് ഒരു വീട്ടിൽ ചെന്നിട്ട് ക്രിസ്റ്റീൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയും, ഇതെൻ്റെ മോളാണ്, കഴിഞ്ഞ വർഷം ഈ പരിസരത്ത് നിന്നാണ് കാണാണ്ടായത്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ, നിങ്ങൾ എന്തെങ്കിലും കണ്ടിരുന്നോ? അയാൾ പറയും, ഇത് ചോദിച്ച് നിങ്ങൾ ഇന്നലെ ഇവിടെ വന്നിരുന്നില്ലേ? റോസയുടെ ഹസ്ബൻഡ് സോറി പറയും. അപ്പം അയാൾക്ക് ഈ റോസയുടെ ഹസ്ബൻഡിനെ കണ്ടിട്ട് എന്തോ ഒരു പാവം തോന്നും. അയാൾ പറയും, നിൽക്കുക, ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ മോൻ ഓടി വന്നിട്ട് പറയും, അമ്മയെ കാണുന്നില്ല, ഇവിടെ എവിടെയില്ല. അവിടെ ഇരുന്ന ചെസ്റ്റ്നട്ട് മാൻ്റെ ഫിഗറിങ് കാണിച്ചിട്ട് ചോദിക്കും, ഇതെന്താ? ഞാൻ വരുമ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നു കിടക്കായിരുന്നു. അപ്പോൾ അയാൾക്ക് ഈ പടം കാണുമ്പോൾ ആകെ ടെൻഷനോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന റോസയാണ്. റോസ വണ്ടി ഓടിച്ചോണ്ട് പോവാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് നടന്നൊരു സംഭവം ഓർക്കാണ്. അന്ന് ഈ ട്വിൻസിനെ ദത്തെടുത്തത് റോസയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഒരു ദിവസം അമ്മയുടെ അടുത്ത് പറയും, ആ പയ്യൻ തന്നെ ഉപദ്രവിച്ചെന്ന്. അപ്പം അവർ പറയുന്നുണ്ട്, മോളെ പറയുമ്പോൾ ശരിക്കും ആലോചിച്ചിട്ട് പറയണം, നുണ പറയരുത്. റോസ പറയും, ഇല്ല, ശരിക്കും അവൻ എന്നെ ഉപദ്രവിച്ചു. ഇതെല്ലാം പയ്യൻ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ആ ട്വിൻസിനെ എവിടെ നിന്നാണ് ദത്തെടുത്തത് അവരോട് തന്നെ വന്ന് കൊണ്ടുപോകാൻ പറയും. പോകാൻ നേരം ആ പയ്യൻ റോസയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് വരാണ്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് റോഡിൽ കളയാൻ പറഞ്ഞു. റോസ അതുപോലെ ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഹെസ്സും ആ പോലീസ് ഓഫീസറും കൂടി അയാളുടെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഹെസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉറപ്പല്ലേ അവർ നിങ്ങളുടെ മോക്കടെ കൂടെ തന്നെയാണ് പഠിച്ചതെന്ന്? അപ്പോൾ അവർ പറയാതെ, അന്ന് ആ സംഭവം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും വലിയ ഷോക്കായിരുന്നു. ഹെസ് ചോദിക്കും, കഴിഞ്ഞ വർഷം ക്ലാസ് റീയൂണിയൻ ഉണ്ടായിരുന്നെന്നല്ലേ പറഞ്ഞ്, അപ്പോൾ അവർ വന്നിരുന്നോ? എന്തെങ്കിലും കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടോ? അവർ പറയും, നോക്കട്ടെ എന്ന്. ഹെസ് അപ്പം ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചുമരിൽ കുറേ ഫോട്ടോസ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ആളത് നോക്കി ഇങ്ങനെ നിൽക്കും. പെട്ടെന്ന് ഞെട്ടിപ്പോ ഒരു ഫോട്ടോ കണ്ട്. ഹെസ് ചോദിക്കും, ഇതാരാ? അപ്പോൾ അവർ പറയും, ഇതാണ് ടോക്ക്, അത് ഗ്രാജുവേഷൻ പാർട്ടിക്ക് എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ നമ്മളെ ആ ഫോട്ടോ കാണിക്കുന്നുണ്ട്, അത് ജെൻസിൻ്റെ ഫോട്ടോ ആയിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തുളിൻ്റെ ബോസിനെയാണ്. ആള് പ്രസ് മീറ്റിങ്ങിന് പോകാൻ നിൽക്കുകയാണ്. പുറത്ത് പ്രസ്സൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു ഓഫീസർ വന്നിട്ട് പറയും, ഹെസിൻ്റെ ഫോണാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞ്, ഇത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. വേഗം തന്നെ ബോസ് ആ ഫോൺ എടുക്കും. അപ്പോൾ ഹെസ് പറയും, ഈ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. എന്നിട്ട് പറയും, ജെൻസിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ. പോലീസുകാരെ ജെൻസിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ബോസ് ഹെസിനെ വിളിച്ചിട്ട് പറയും, അയാൾ ഇവിടെ ഇല്ല, തുളിൻ്റെ കൂടെ എവിടെയോ പോയേക്കാണെന്നാണ് അറിഞ്ഞത്. തുളിൻ്റെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ അത് ഇവിടുത്തെ ഡസ്റ്റ് ബിന്നിൽ നിന്ന് കിട്ടി. ഹെസ് പറയുന്നുണ്ട്, തുളിനെ അയാളൊന്നും ചെയ്യില്ല, അയാൾക്ക് തുളിൻ്റെ ആവശ്യമില്ല, പക്ഷെ എങ്ങനെയെങ്കിലും തുളിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്ക്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തുളിനും ജെൻസും കൂടി ഈ ചെസ്റ്റ്നട്ടിൻ്റെ മരം അന്വേഷിച്ച് നടക്കുകയാണ്. അവരും മോണിലെത്തിയിട്ടുണ്ട്. ജെൻസ് പറയുന്നുണ്ട്, നമ്മളിവിടെ എല്ലാം അന്വേഷിച്ചതല്ലേ, ഇതിപ്പോൾ 3ാമത്തെ സ്ഥലമായി, ഇവിടെ ഒന്നും അതില്ല, നമുക്ക് പോകാം. തുളിൻ പറയും, ആ ബൊട്ടാണിസ്റ്റ് പറഞ്ഞത് ഇവിടെ എവിടെയാണെന്നല്ലേ, ഒരു മാപ്പും കൊണ്ടാണ് നടക്കണം. അപ്പം അതിലിങ്ങനെ ഈ ചെസ്റ്റ്നട്ട് വളർന്ന സ്ഥലമൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയും നോക്കിയിട്ട് ഇവർക്ക് കിട്ടണില്ല. തിരിച്ച് വരാൻ നേരം തുളിൻ പറയും, ഞാൻ നിന്റെ സമയം കുറെ കളഞ്ഞല്ലേ എന്ന്. ഇപ്പം ജെൻസ് പറയും, അത് കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരും കാറിൽ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് വരാണ്. ഇതിനിടയിൽ തുളിൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ മൊബൈൽ കണ്ടോന്ന്. ഇപ്പം ജെൻസ് പറയില്ല. അങ്ങനെ വരുമ്പോൾ റോഡ് സൈഡിൽ ഒരൊറ്റപ്പെട്ട ചെസ്റ്റ്നട്ടിൻ്റെ മരം കാണാണ്. തുളിൻ വേഗം തന്നെ വണ്ടി നിർത്താൻ പറയും. ജെൻസിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ മാറുന്നുണ്ട്. തുളിൻ പുറത്തിറങ്ങിയിട്ട് മരത്തിൻ്റെ താടി വീണ് കിടക്കണ ചെസ്റ്റ്നട്ട് എടുത്ത് നോക്കാണ്. ജെൻസിന് മനസ്സിലായി തുളിൻ സ്ഥലം കണ്ടുപിടിച്ചെന്ന്. പറയുന്നുണ്ട്, എനിക്ക് ധൃതിയുണ്ട് പോകാൻ, ഇപ്പം തന്നെ ലേറ്റായി ഞാൻ. തുളിൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെസ്റ്റ്നട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അപ്പം അങ്ങനെ ആൾ ചുറ്റും നോക്കുമ്പോൾ ദൂരെ ഒരു ഫാം ഹൗസ് കാണാണ്. 5 മിനിറ്റ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് തുളിൻ അങ്ങടേക്ക് പോകും. അപ്പം ജെൻസ് മനസ്സിലിങ്ങനെ പറയാണ്, നീ ഇത് ചോദിച്ച് മേടിക്കണമെന്ന്. നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.